ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദീപാവലി ഒരുക്കങ്ങൾ അശ്വിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി രാമേട്ടനോട് പറയുന്നുണ്ട്, രാമേട്ട ഇത്രയും ദീപം മേടിക്കണമെന്ന് പറയും, ദീപാവലിക്ക് വിളക്ക് വെക്കാൻ വേണ്ടി ദീപം മേടിക്കണമെന്ന് പറയും. ആ സമയത്ത് അഞ്ജലി ചോദിക്കേണ്ട ശ്രുതിയെടുത്ത്, ശ്രുതി നിനക്ക് വീട്ടിലേക്ക് ദീപം എന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് ചോദിക്കുകയാണ്. മനോരും പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാ വെറുതെ പണച്ചിലവ് അഞ്ജലി ബേബി, അവൾക്ക് വീട്ടിൽ ദീപം മേടിക്കണമെങ്കിൽ അവള് മേടിച്ചോളും എന്നിങ്ങനെ പറയാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ ദീപം വെച്ചിട്ട് എന്തിനാന്ന രീതിയിൽ ഇങ്ങനെ കളിയാക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ദീപമൊന്നും വേണ്ട അഞ്ജലി മാഡം, ഞാൻ വീട്ടില് ദീപാവലി ഒന്നല്ല, ഞാൻ തന്നെയാ വിളക്ക് ഉണ്ടാക്കണത്. ആഹാ, അത് കൊള്ളാലോ, അതെങ്ങനെയാ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അതിനെ വേണ്ടിയിട്ട് കളേഴ്സ് വേണം, അതുപോലെ തന്നെ മണ്ണ്, ആ സാധനം വെച്ചിട്ട് ചെമ്മണ്ണൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കണെന്ന് പറയുമ്പോൾ ആഹാ അത് കൊള്ളാം, എങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ദീപം ഉണ്ടാക്കിയാലോ അങ്ങനെ എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും നമ്മുടെ മനോരും പറയണ്ട, അവൾ ആ വഴി ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക, പണം ഉണ്ടാക്കാൻ വേണ്ടി, കീറസാരിക്കാരി എന്നിങ്ങനെ പറയുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയണ്ടേ, എങ്കിലൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട ദീപം സുധി തന്നെ ഉണ്ടാക്കിക്കോ എന്ന് പറയണം. വളരെ നന്ദി, ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാവരും അവരവരുടെ വഴിക്ക് പോവാണ്. ആ സമയത്ത് ശ്രുതി ബാഗിൽ നിന്ന് പൊടികളെല്ലാം നിരത്തുവാട്ടോ, കളറിന്റെ പൊടികളൊക്കെ നിരത്തുവാണ്, ദീപം ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വെക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഒരു സാധനം മറന്നുപോയി എന്ന് പറയാട്ടോ. ആ സമയത്ത് ലാവണ്യ ചോദിക്കണ്ട, അതെന്താന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയണ്ട, അയ്യോ മണ്ണ് വേണ്ടേ, അയ്യോ അത് ശരിയാണല്ലോ എന്ന് പറയണ്ട. ഇവിടെ എവിടെയാ മണ്ണ് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ലാവണ്യ പറയണ്ട, ഒരു കാര്യം, അശ്വിൻ സാറേ ഭയങ്കര തിരക്കില, മുകളിൽ പണിയെടുക്കണം, പണിയില്ല, എന്തോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ ASR പറയണത്. ASRന്റെ പൂന്തോട്ടത്തിൽ ഒരുപാട് മണ്ണുണ്ട്, നീ അവിടെ നിന്ന് എടുത്തോ. അയ്യോ വേണ്ട അശ്വിൻ സാർ അല്ല വഴക്കും അറിയോ, ഈ ASR ഇപ്പൊ നിലത്തൊന്നും ഇറങ്ങി വരില്ലെന്നേ, നീ ആവശ്യത്തിന് മണ്ണെടുത്തോണ്ട് വേഗം വാ, എനിക്കൊരു കോള് വരുന്നുണ്ടേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ലാവണ്യ കോൾ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോവാണ്. ആ സമയത്ത് ശ്രുതി അശ്വിൻ ഇല്ലെന്ന് ഉറപ്പുവരുന്നതിന് ശേഷം, അശ്വിന് ഒരു ചെറിയൊരു പൂന്തോട്ടം ഉണ്ട്, ഇന്നലെയൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നില്ലേ, അതാണ് അശ്വിന്റെ പൂന്തോട്ടം കേട്ടോ. അപ്പൊ അവിടെ നല്ല അടിപൊളി മണ്ണുണ്ടാവും. ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി വെക്കുവാണ്. വീണ്ടും മണ്ണെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അശ്വിനെ കാണുമ്പോഴേക്കും അങ്ങനെ വീണ്ടും മണ്ണെടുക്കുമ്പോഴേക്കും അശ്വിൻ മുമ്പിൽ വരുവാട്ടോ. ആ സമയത്ത് അശ്വിൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ മണ്ണ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അശ്വിൻ്റെ പെട്ടെന്ന് മണ്ണിങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവാണ് ശ്രുതിയുടെ. ആ സമയത്ത് ശ്രുതിയുടെ മേത്തെല്ലാം മണ്ണാവാണ്, കണ്ണിലും കുറച്ച് മണ്ണ് വീഴുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ, സോറി സർ, അത് കണ്ണിങ്ങനെ അടച്ചിട്ടാണ് പറയണത്, ഒരു കണ്ണിൽ മാത്രം മണ്ണ് വീണത്, അത് വേറൊന്നുമല്ല, ദീപം ഉണ്ടാക്കാൻ വേണ്ടി, ദീപാവലിക്ക് ദീപം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് വേണമായിരുന്നു. അപ്പോൾ ലാവണ്യമേടോ പറഞ്ഞ് ഇവിടെ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടി, സോറി സർ എന്ന് പറയാണ്. നീ ഒന്ന് അടങ്ങിയിരിക്കേ, ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ശ്രുതിനെ അവിടെ പിടിച്ചിരുത്തുവാണ്. അതിനുശേഷം ശ്രുതിയുടെ കണ്ണിങ്ങനെ പതുക്കി ഇങ്ങനെ തുറക്കുന്നുണ്ട് അശ്വിനിട്ട്, കണ്ണിലെ മണ്ണ് ഇങ്ങനെ പതുക്കി ഊതി കൊടുക്കുക കേട്ടോ. ശ്രുതിക്ക് വല്ലാത്ത പോലെ ആവുന്നുണ്ട്. അങ്ങനെ മണ്ണിങ്ങനെ ഊതി കൊടുക്കുന്ന സമയത്ത് ശ്രുതിയുടെയും അശ്വിൻ്റെയും കണ്ണ് ഇടയ്ക്കിടയ്ക്ക് പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണിൽ ആ മണ്ണിന്റെ ആ സംഭവമൊക്കെ പോകും. ശരി സർ, അതൊക്കെ റെഡിയായി, സോറി സർ, സാറിന്റെ അനുവാദം കൂടാതെ മണ്ണെടുത്തേനെ. അത് കുഴപ്പമൊന്നുമില്ല, ദേ അവിടെ വലിയൊരു പാത്രം കാണിച്ചു കൊടുക്കുകയാണ്, അത് നിറച്ച് മണ്ണുണ്ട്, അതെല്ലാം നീ എടുത്തോന്ന് പറയാണ്. ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് അവിടെ പ്രൊമോയിൽ കണ്ടത്, മണ്ണെടുത്തിട്ട് വരുമ്പോൾ പെട്ടെന്ന് തെറിച്ച് വീഴുന്ന ഭാഗം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.